ഇത് ശരിക്കും ഒരു 2.5 ഏക്കർ സ്ഥലമാണ്. ഇതിനകത്ത് അടിസ്ഥാനപരമായി മാവിൻ തോട്ടമാണ്. അപ്പോൾ മാവുകൾ ഇപ്പോൾ പൂത്തിരിക്കുന്ന സമയമാണ്, കണ്ടു കാണും, വേനലായി. അപ്പോൾ മാവിൻ തോട്ടവും ഇടയ്ക്ക് കാപ്പിച്ചെടികൾ നട്ടിട്ടുണ്ട്. പിന്നെ കുറേ ഫലവൃക്ഷങ്ങൾ, തായ്ലൻഡിലുള്ളതും നമ്മളിവിടെ ഉള്ളതൊക്കെ ആയിട്ടുള്ള ഫലവൃക്ഷങ്ങൾ, ഇതാണിത് അടിസ്ഥാനപരമായി പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് പക്ഷി മൃഗാദികളുണ്ട്. അതായത് പിന്നെ ഏറ്റവും കൂടുതലുള്ളത് കോഴികളാണ്. അപ്പം ഞങ്ങൾക്ക് നഴ്സിംഗ് കോളേജുണ്ട്. നഴ്സിംഗ് കോളേജിൻ്റെ ആവശ്യത്തിനുള്ള മുട്ട ഇവിടുന്ന് കിട്ടും. പിന്നെ ആടാണ്. ആട് ഒരു 10-30 ആട് എപ്പോഴും ഉണ്ടാവും. ആ ആടിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ പാല് കറന്നെടുക്കാറില്ല, കുട്ടികൾക്ക് തന്നെ പാല് കൊടുക്കും. പക്ഷേ ആട്ടിൻ കുട്ടികൾ നമ്മൾ ഇറച്ചിക്ക് വേണ്ടി പീരിയോഡിക്കലായിട്ട് അത് പരുവാകുമ്പോഴത്തേക്കും വിറ്റുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആടിൻ്റെ ചെയ്യുന്നത്. പിന്നെ വാത്തകളുണ്ട്. ശരിക്കും അത് ഒരു കാഴ്ചയ്ക്ക് ഭംഗിക്ക് വേണ്ടിയാണ്, എക്കണോമിക്കലല്ല. ഒരു വർഷത്തിലൊരു 6-7 മുട്ട മാത്രമല്ലേ ഇടുകയുള്ളൂ ഒരു വാത്ത. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ചെകഞ്ഞ് നടക്കും, ഒരു സന്തോഷം. ഇത് കോഴികളുടെ കൂടുകളാണ്. നാടൻ കോഴികളാണ്. ഫുൾ ടൈം എല്ലാ സമയത്തും മുട്ടയിടുന്ന ടൈപ്പ് കോഴികളാണ് നമ്മൾ വളർത്തുന്നത്. പിന്നെ കൂടാതെ കുറച്ച് വാങ്കോഴികളും ടർക്കി കോഴികളും ഗിനി കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് മുട്ടയാണ് നമ്മുടെ ആവശ്യം. ഒരു സെറ്റ് കോഴി വാങ്ങിക്കുമ്പോൾ ഒരു 5-6 മാസത്തേക്ക് നമുക്ക് കൃത്യമായി മുട്ട ഒരു 40 മുതൽ 60 വരെ മുട്ട കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും മുട്ട നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കൊച്ചു പ്ലാന്റ്സിൽ നിന്ന് കുറച്ച് ഈൽഡ് കിട്ടും. ഉദാഹരണത്തിന് ഡ്രാഗൺ ഫ്രൂട്ട് കാണാം നിങ്ങൾക്ക്. അത് ഒരു 2 വരി നട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ആ സമയം ആകുമ്പോഴത്തേക്കും ധാരാളം ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടാറുണ്ട്. പിന്നെ കാപ്പിച്ചെടിയാണ്. കാപ്പിച്ചെടിയുടെ ഒരു പ്രോബ്ലം, ഒരുപാട് വെള്ളം വേണം. ഇവിടെ കുറച്ച് വേനൽക്കാലത്തൊക്കെ കുറച്ച് പ്രശ്നമുള്ളതാണ്. നേരത്തെ ഇവിടെ മുഴുവൻ റബ്ബറായിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റ് റബ്ബർ സ്ലോട്ടർ ചെയ്ത് മുറിച്ച് മാറ്റി കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ മുഴുവൻ മാവിൻ തൈ നട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇടയ്ക്ക് നട്ടു. പിന്നെയാണ് നമ്മുടെ വയനാട്ടിലെ റോയ്സ് കോഫി എന്ന് പറഞ്ഞ് ഈ റബ്ബർ മരങ്ങളുടെയും മറ്റ് മരങ്ങളുടെ ഇടയിൽ വളരുന്ന ഒരു കോഫി, റോയ് എന്ന് പറഞ്ഞ ആൾ ഡെവലപ്പ് ചെയ്ത് അറിഞ്ഞ് പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ തൈ വാങ്ങി ഇടയ്ക്കെല്ലാം കാപ്പിച്ചെടി നട്ടു. അങ്ങനെയാണ് കാപ്പി വന്നത്. പിന്നെ ഇതിനെ ഒന്ന് റീവർക്ക് ചെയ്ത് അകത്തൂടെ ഒരു വാക്ക് വേയും പിന്നെ മെയിൻ ഒരു എൻട്രൻസും ഒരു വഴി ഉണ്ടാക്കിയിട്ട് സൈഡിലൊക്കെ കവുങ്ങുകൾ നട്ടു, കമുക്. അപ്പോൾ അത് മംഗളയും ഒക്കെയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ പൊക്കം കുറഞ്ഞ് ആ രീതിയിൽ തന്നെ കായ്ക്കുന്ന വലിയ പാക്ക് കിട്ടുന്ന കവുങ്ങുകളാണ് നട്ടിരിക്കുന്നത്. പിന്നെ മാവ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മുഴുവൻ കോട്ടുകോണം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നാടൻ ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൽ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂക്കും. 2 മാസം കൊണ്ട് അത് കായ്ബലം കിട്ടുന്നതാണ്. അത് തെറ്റില്ലാതെ മാങ്ങ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ജാമ്പ പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കൊച്ചു ഫലവൃക്ഷങ്ങൾ ഇടയിൽ ധാരാളം നട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് നട്ടിട്ടുണ്ട്. അതൊരു വരുമാന മാർഗമാണ്. നല്ലവണ്ണം പരിപാലിക്കുകയാണെങ്കിൽ വർഷം തോറും നല്ല വിളവ് കിട്ടുന്ന ഒരു സാധനമാണ് കുരുമുളക്. അപ്പോൾ ഇതാണ് ഈ ഫാമിൻ്റെ ഒരു ജനറൽ കോൺഫിഗറേഷൻ. പിന്നെ ഒരു നമ്മുടെ വ്യക്തിപരമായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാക്ക് വേ ചെയ്തിട്ടുണ്ട്. അതുവഴി നമ്മളിങ്ങനെ നടക്കുമ്പോൾ രാവിലെ ഒരു റീജുവനേഷനും ഒരു എക്സസൈസും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്പെൻസീവ് ഹോബി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനുള്ളൊരു വരുമാനം ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ആളിനെ വയ്ക്കണം, പിന്നെ ഇത്രയും എക്സ്പെൻസീവ്. ഇതിനെയൊക്കെ വളർത്തുമ്പോൾ ധാരാളം ഈ കോഴിത്തീറ്റയും ബാക്കിയൊക്കെ നല്ല ചിലവുള്ളതാണ്. മുട്ടയിടുന്ന കോഴികൾക്കുള്ള പ്രത്യേക തീറ്റ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കൂടാതെ നമ്മൾ ഇവിടെ തന്നെ ധാരാളം കോഴികൾ ചിക്കിച്ചകഞ്ഞ് ഇത് കഴിക്കും. മെയിനായിട്ട് കോഴിത്തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വാത്തൊക്കെ ആണെങ്കിൽ, ഗൂസിനാണെങ്കിൽ ഈ കടലയുടെയും ചുണ്ടലിൻ്റെയൊക്കെ തോലുണ്ടല്ലോ, അതും തവിടും ഒക്കെ മിക്സ് ചെയ്തൊരു പ്രത്യേക രീതിയിൽ ആണ് അതിന് കൊടുക്കുന്നത്. പിന്നെ കൂടാതെ ചോറ് വേവിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. റാബിറ്റിനെ പ്രത്യേകിച്ച് തീറ്റയില്ല. നമ്മൾ സാധാരണ ഫുഡും പുല്ലും തന്നെയാണ് പറിച്ച് കൊടുക്കുന്നത്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി വളർത്തുന്നതാണ്.
അത് പെട്ടെന്ന് പെറ്റുപെരുകുന്ന ഒരു ജീവിയാണ് റാബിറ്റ്. അപ്പോൾ വൈറ്റ് റാബിറ്റ്, ചുവന്ന കണ്ണുകളുള്ള റാബിറ്റ്സാണ് നമ്മൾ വളർത്തുന്നത്. അതൊരു കൂട്ടിൽ റാബിറ്റ്സാണ്. 10-20ഓളം റാബിറ്റ്സ് ഉണ്ട്. അതും ഇതുപോലെ എണ്ണം കൂടുമ്പോൾ, വളർന്ന് വലുതാവുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ നിന്നൊരു ചെറിയ വരുമാനം വല്ലപ്പോഴും കിട്ടും. പിന്നെ പ്രധാനമായിട്ടുള്ളത് ആടുകളാണ്. അതെല്ലാം മലബാറി ആടുകളാണ്. ഒരു 10-30ഓളം ആട് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ആട്ടിൻ്റെ പാല് കറന്നെടുക്കാറില്ല, പകരം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണ് പതിവ്. പിന്നെ ഇറച്ചിക്ക് വേണ്ടി ആടുകൾ പീരിയോഡിക്കലി വളരുന്നതനുസരിച്ച് വിറ്റുകൊണ്ടിരിക്കും. അതൊരു ചെറിയ വരുമാനം കിട്ടും. പിന്നെ ഇവിടെ തന്നെയുള്ള പച്ചിലകളൊക്കെയാണ് ആടിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കുറച്ച് കടലപ്പിണ്ണാക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഫീഡായിട്ടും കൊടുക്കാറുണ്ട്. മെയിനായിട്ട് പച്ചിലയാണ് ആടുകളുടെ ആഹാരം. ശരിക്കും ഞാൻ ഒരു ഡോക്ടറാണെങ്കിലും അടിസ്ഥാനപരമായി ഒരു കർഷക കുടുംബമാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുനാൾ മുതലേ വീട്ടിൽ 2-3 പശുക്കളൊക്കെ ഉണ്ടാവും. പിന്നെ പശുക്കളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ്റെ കാലം കഴിഞ്ഞ് ഇവിടെ താമസിച്ച് തുടങ്ങിയപ്പോൾ ആ തൊഴുത്തൊക്കെ ഒന്ന് വലുതാക്കി പശുക്കളുടെ എണ്ണം കൂട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒരു ഇഷ്ടമായിട്ട് തോന്നിയത് കൊണ്ട് ഒരു ഫാം തന്നെ ആക്കി. ഒരു 10-20 പശുക്കളും അതിൻ്റെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള പാൽ കറവയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഡയറി ഫാം, ഗോശാലയിലോട്ട് വന്നത്. പിന്നെ അതൊരു കഴിഞ്ഞ ഒരു 10 വർഷത്തിലേറെ ആയിട്ട് അത് നന്നായിട്ട് നടത്തി വരുന്നു. അപ്പോൾ അവിടെ നാടൻ പശുക്കൾ കുറച്ചുണ്ട്, വെച്ചൂറും കാസർഗോഡ് കുള്ളനുമൊക്കെ. പിന്നെ പാല് കിട്ടുന്ന ഇനങ്ങളായ HF, ജേഴ്സി തുടങ്ങിയ പശുക്കളുണ്ട്. ഇത് നമ്മുടെ ഗോശാല, ഇത് വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ ഫാം എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അതൊരു 2.5 ഏക്കർ ലാൻഡിലുള്ള ഒരു സ്പേസാണ്. ശരിക്കും നമ്മളിതിൻ്റെ എക്കണോമിക്സ് നോക്കിയാൽ വലിയ ലാഭകരമല്ല. കാരണം ഇതിൽ പാലിൽ ഒരു പകുതി പാല് നമ്മുടെ നഴ്സിംഗ് കോളേജിലേക്ക് കൊടുക്കുന്നു, പകുതി നമ്മുടെ മിൽമയുടെ സൊസൈറ്റി അടുത്തുണ്ട്, അവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വില ഭയങ്കര കുറവാണ്, 40 രൂപയൊക്കെ കിട്ടും. 1 ലിറ്ററിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ അതിനേക്കാൾ കൂടുതലാവും. പിന്നെ കുറേ പേര് ഈ പാലിൻ്റെ ഗുണം കണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്, കുറേ നാട്ടുകാർ. പക്ഷേ നമ്മൾ കണക്ക് നോക്കിയാൽ വലിയ ലാഭമില്ല, അതാണ് സത്യം. നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ എണ്ണം ഉണ്ടാവണം, ജോലിക്കാരുടെ എണ്ണം കുറവായിരിക്കണം, അത്രയും മെക്കനൈസ്ഡ് ആയിരിക്കണം, പിന്നെ പുല്ലും അതൊക്കെ ധാരാളം ലഭ്യമാവണം. ഈ പാല് മിൽമയിലോ അങ്ങനെയുള്ള സ്ഥലത്ത് വിറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും അത് ലാഭകരമാകില്ല. അതിനൊരു വിപണി കണ്ടെത്തണം. പിന്നെ അതിൻ്റെ മൂല്യവർദ്ധിത പദാർത്ഥങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നെയ്യ്, പിന്നെ കേർഡ്, അതല്ലെങ്കിൽ തൈര്, മോര്, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വിപണനം ചെയ്യണം. ഓർഗാനിക് ആയിട്ടുള്ള A2 പാല് പ്രത്യേകം വിൽക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ നഷ്ടമില്ലാതെ പോകും. അങ്ങനെ ചെയ്യുന്ന വലിയ ഫാമുകളുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, നല്ല മെക്കനൈസ്ഡ് ഫാമാണെങ്കിൽ 50 പശുവിനെ നോക്കാൻ ഒരാൾ മതി. ഫുൾ കറക്കുന്നത് മെഷീൻ, പിന്നെ ബാക്കിയെല്ലാം വെള്ളം കൊടുക്കുന്നതൊക്കെ ഓട്ടോമാറ്റിക്, തീറ്റ ഡിസ്പെൻസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ മനുഷ്യശേഷി കുറച്ച് മതിയാവും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രോബ്ലം, അങ്ങോട്ടൊക്കെ ഉള്ളതുപോലെ വിസ്തൃതമായ സ്ഥലങ്ങളില്ല പശുക്കൾക്ക് മേഞ്ഞ് നടക്കാനും. അത് കഴിഞ്ഞ് പാല് കറക്കാറാകുമ്പോൾ തൊഴുത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിൽക്കും, നമ്മൾ കറന്നെടുക്കും, വീണ്ടും അങ്ങനെ വിടും. അങ്ങനെയുള്ള ഫാമുണ്ട്. പക്ഷേ അങ്ങനത്തെ സ്ഥലങ്ങളും പുല്ലും നമ്മുടെ കാലാവസ്ഥയെ അനുയോജിച്ചതല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൻ്റെ താഴെ ഇതിന് ഒരുപാട് വെള്ളം മിച്ചം വരും, കഴുകുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ. ആ വെള്ളം ഇങ്ങനെ തുറന്ന് വിട്ടിട്ട് അവിടെ എല്ലാം പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് താഴോട്ട്. അപ്പോൾ ആ പുല്ലിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പുൽമേടുകളും മേഞ്ഞ് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടെ ചിലവ് കുറയും. ശരിക്കും ഇതൊരു റിലാക്സേഷനാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന്, ഹോസ്പിറ്റൽ അറിയാമല്ലോ, നമ്മളൊരു സർജൻ എന്ന് പറയുമ്പം പിന്നെ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷനും കൂടെ വരുമ്പം ഒരുപാട് തിരക്കുകളും ടെൻഷനും ഒക്കെ വരും. അപ്പോൾ രാവിലെ കുറച്ച് സമയം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുക, വൈകുന്നേരം ഇവിടെ അതിന് ആഹാരമൊക്കെ കൊടുത്ത് കൂട്ടിൽ കയറ്റുന്നതിന് മുമ്പ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. വൈകുന്നേരങ്ങളിൽ പലപ്പോഴും നടക്കാറില്ല, ഞാൻ ഫ്രീ ആവില്ല. രാവിലെ മിക്കവാറും ദിവസം രാവിലെ കുറച്ച് സമയം ഇവിടെ വന്ന് ഇവിടെ ചുറ്റും നടക്കലും ഇതിനെയൊക്കെ കാണലും ഒക്കെ ഒരു സന്തോഷകരമായ അനുഭവമാണ്. എക്സസൈസും ആവും, പിന്നെ ഒരു റിലാക്സേഷനും ആവാം.